ഗൈസ്, അപ്പം ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളത് ഈ ഓറിയന്റൽ പേൾ ബിൽഡിംഗ് ആണിത്. അപ്പം നമ്മൾ 4 പേരും കൂടി ഇതിൻ്റെ മേളിലൊന്ന് കയറാൻ പോവുകയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ചകളൊന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഓസ്ട്രേലിയ മല്ലു ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ാമത്തെ വീഡിയോ ആണ് ചൈനയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചൈനയുടെ വീഡിയോയിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ്. മറ്റൊന്നുമല്ല, നമ്മളിങ്ങനെ എന്നാ പറയുന്നത്, കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് നമ്മളിങ്ങനെ ഈ സ്കൂൾ കുട്ടികൾ ടീച്ചറിൻ്റെ പുറകെ പോകുന്ന പോലെ ഇങ്ങനെ നമ്മുടെ ടൂർ ഗൈഡിൻ്റെ പുറകെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ബീജിങ്ങിൽ നിന്ന് ഈ ഒരു സിറ്റിയിലേക്ക്, ഈ സിറ്റി എന്ന് പറഞ്ഞാൽ സൂജോ എന്നാണ് ഈ സിറ്റിയുടെ പേര്. ഈ ഹോട്ടലിൽ വന്ന് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്നതന്നെ രാത്രി 12:30 ആയപ്പോഴാണ്. എന്നിട്ട് ഇന്ന് രാവിലെ 9 മണി ആയപ്പോഴത്തേക്ക് അവർക്ക് അവരുടെ ബസ്സിൽ കയറണം, അവരുടെ കൂട്ടത്തിൽ ടൂറിന് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങ് എന്നാ പറയുക, നമുക്കൊരു ഫ്രീ ടൈം കിട്ടുന്നില്ല. ശരിക്കും അവർ തന്നിരിക്കുന്ന അവരുടെ ഈ ട്രിപ്പിൻ്റെ ഒരു ഡീറ്റെയിലിൽ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഫ്രീ ഡേ ആണ്. പക്ഷെ അങ്ങനെ ഒരു ഫ്രീ ഡേ നമുക്ക് കിട്ടുന്നില്ല. ആദ്യമേ തന്നെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഫ്ലൈറ്റ് ക്യാൻസലായി, അങ്ങനെയുള്ള ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഹെക്റ്റിക്കാണ്. നമുക്കൊരു ഒരു 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 ഫ്രീഡം ഇല്ല, നമുക്കൊരു ഫ്രീ ആയിട്ട് എങ്ങും പോകാൻ പറ്റുന്നില്ല, ഒരു ഫ്രീ ടൈമിൽ നമുക്ക് കുറച്ച് നേരം ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആകെപ്പാടെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ, അങ്ങ് സ്ട്രെസ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ മറ്റൊരു തീരുമാനം എടുത്തു. ഞങ്ങൾ ഇന്നത്തെ നല്ല ഇനിയുള്ള ഇവരുടെ കൂട്ടത്തിലുള്ള ട്രിപ്പുകൾ ഞങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചു. ട്രിപ്പ് ഡീൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അവർ പറയുന്നത് ഇന്ന് മുതൽ ഇനിയുണ്ട് ഒരു 5 ദിവസം കൂടിയുണ്ട്, ഈ 5 ദിവസം വരെയുള്ള എല്ലാ ട്രിപ്പുകളും ക്യാൻസൽ ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് ഓസ്ട്രേലിയക്ക് തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റും അതുണ്ട്. അതൊഴിച്ചുള്ള ബാക്കി ഹോട്ടൽ അക്കോമഡേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ അത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ എക്സ്ട്രാ ഞങ്ങളിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടുന്ന് നേരെ ഷാങ്കായ്ക്ക് നമ്മൾ പോകുന്നു. അവിടെ 2 ദിവസം ഈ പറഞ്ഞ ബാക്കിയുള്ള ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു. അതിന് നമ്മൾ ഹോട്ടലിൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഏതാണ്ട് $200 വരുന്നുള്ളൂ ഞങ്ങൾക്ക് 4 പേർക്ക് കൂടി. അപ്പോൾ $50 കേസ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഒരു ടാക്സി എടുത്താൽ തന്നെ $100 ആവുന്നുള്ളൂ. ഇവിടുന്ന് ഒരു 160 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവരുടെ കരാള ഹസ്തത്തിൽ നിന്ന് ഞങ്ങൾ പുറത്ത് ചാടിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയാണ് ഞങ്ങളുടെ എന്നാ പറയുന്നത്, ഒരു ബോയ്സ് ട്രിപ്പ് ആ ഒരു രീതിയിലേക്ക് വന്നത് ഇന്നാണ്. അപ്പോൾ ഇതുവരെ ഈ പറഞ്ഞ പോലെ കൂട്ടിലടച്ച കിളികളെ പോലെ നമ്മളെ കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു 20 മിനിറ്റ് 30 മിനിറ്റിൻ്റെ ഒരു പരിപാടി കാണിച്ചിട്ട് പിന്നെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഈ ബസ്സിലാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജേണിയല്ല, നമുക്കൊരു തരത്തിലുള്ള ഒരു ഫ്രീഡം ഇല്ല. ഏതൊക്കെയാലും അതിൽ നിന്നൊക്കെ മാറി നമ്മൾ ഇനിയിപ്പം അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഈ ടൂർ ഓപ്പറേറ്റേഴ്സ് അവർ കൊണ്ടുപോകുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല, അല്ലാതെ തന്നെ നമ്മൾ തന്നെ ചെയ്യുന്ന ട്രിപ്പുകളും അതിൻ്റെ കാഴ്ചകളുമായിരിക്കും ഇനിയുള്ള നമ്മുടെ വീഡിയോസിൽ. അപ്പം വാച്ച് ആൻഡ് എൻജോയ്. അങ്ങനെ ഞങ്ങൾ ഷാങ്കായിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയണ്ട, ഞങ്ങൾ മറ്റത് ഭയങ്കര ടയറിങ് ആയിരുന്നു, ഒരു രക്ഷയില്ല. എൻ്റെ മുന്നേ നമ്മൾ വന്ന അന്ന് മുതൽ യാത്രയോട് യാത്ര അല്ലേ, അത്രയും നമ്മൾ ശ്രമിപ്പിക്കാൻ ആൾക്കാർ എൻ്റെ പോലെ അങ്ങനെയൊന്നും പറയാം ഭയങ്കര ബുദ്ധിമുട്ടാവില്ലല്ലോ. വരുന്നത് ആദ്യമേലും തുടങ്ങാം, ഒരു രക്ഷയില്ല കേട്ടോ. ഇവന്മാരുടെ കൂട്ടത്തിൽ വ്ളോഗിങ് നടക്കത്തില്ല. വ്ളോഗ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവന്മാർ ഇതുപോലെ ഓരോ നമ്പർ മേടിച്ചുകൊണ്ട് വരും. നോക്കൂ, അത് ഈ 2 ദിവസമായിട്ട് എൻ്റെ പോലെ നടക്കുക. ഈബിൾ ജെറ്റില് അവര് പറയുന്ന പോലെ ഞാൻ പറയും, എടാ ഇത് ഈ കാണുന്ന ഇതില് സിപ്പിങ്, ഐറിസ് റിങ്, സ്വിമ്മിങ്, ജമ്പിങ് ഉണ്ടോ, ഫ്രീ ഫെയിലോ എന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്ക് സ്വതസിദ്ധമായിട്ടുള്ള പറയാനുള്ള ആ ഒരു കഴിവുണ്ടല്ലോ, അതനുസരിച്ചല്ലേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒന്നും പറയണ്ട. ഏതെങ്കിലും ഇന്നലെ നമ്മൾ നല്ല ബുള്ളറ്റ് ട്രെയിനിലൊക്കെ ഇവിടെ വന്ന് ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ടയറിങ് ആയതുകൊണ്ട് നമ്മൾ അവരുടെ ആ ഒരു പാക്കേജിനകത്തുനിന്ന് വെളിച്ചാടി. അപ്പം ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നല്ലോ. അവിടെ ഷാങ്കായിൽ നമുക്കൊരു ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിന് ഇത്രയ്ക്ക് പൈസ ആവുന്നുള്ളൂ. തന്നെയല്ലേ ടാക്സിക്കാണെങ്കിലും $100 ആവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ടാക്സി ബുക്ക് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു.
ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? 1.25 മണിക്കൂർ. 1.25 മണിക്കൂർ. ഇതിൻ്റെ ടൂർ ഓപ്പറേറ്റർ ജോജനാണ്. ടാക്സി ബുക്ക് ചെയ്തതും അവരുമായിട്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയോ? കമ്മ്യൂണിക്കേഷനാണ്. ഇവർക്ക് ഒരൊറ്റ ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. പിന്നെ നമുക്കിപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് അതേൽ പറഞ്ഞ് അത് എഴുതി കാണിച്ചൊക്കെയാണ് നമ്മൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ഷാങ്കായി ചെന്ന് അവിടെ അടിച്ചു പൊളിക്കാം. അടിപൊളി GPS അല്ലേ? പുള്ളി ലൈൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് GPS ലൈൻ ചേഞ്ച് ചെയ്യും. ഓ, മോഡേൺ ടെക്നോളജി. അടിപൊളി. എത്ര കിലോമീറ്ററിലാവും പോകുന്നത്? 120. ചൈനയിലെ റോഡുകളൊക്കെ അടിപൊളിയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഒരു 1.5-2 മണിക്കൂർ ഡ്രൈവൊക്കെ ചെയ്ത് ഡ്രൈവ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സി എടുത്ത് നമ്മൾ നമ്മുടെ ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. എറ്റോൺ എന്നുമാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഷാങ്കായ് സിറ്റിക്ക് നടുവിൽ തന്നെയാണ് ഈ ഹോട്ടൽ. റിസപ്ഷനൊക്കെ കണ്ടിട്ട് വലിയ കുഴപ്പമില്ല, അടിപൊളി സെറ്റപ്പാണ്. അവന് റിസപ്ഷൻ കണ്ടിട്ട് വലിയ കുഴപ്പമില്ലല്ലേ? മെയിൻ സ്ട്രീറ്റാ. ഡൗൺ ടൗൺ ഇവിടെ തൊട്ടടുത്ത് തന്നെ കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളും എല്ലാം കാണാം. ഏതൊക്കെയാലും വിശദമായിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഷാങ്കായി ഒന്ന് നടന്ന് കണ്ടേക്കാം. നമ്മുടെ കൂട്ടത്തിലുള്ളൊരു ബസ്സിലിരുന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും എങ്ങോട്ടേലും ഒക്കെ. അവരിന്ന് വേറെ ഒരു സിറ്റിയിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാങ്കായിലേക്ക് വരത്തുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്കതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് വെളിയിൽ ചാടി. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്യുവാണ്. അതെ, ആ ഗൈസ്, അപ്പം ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം. 30ാമത്തെ ഫ്ലോറിലല്ലടാ? ഷാങ്കായ് സിറ്റിയുടെ ഹൃദയഭാഗത്ത്. ഷാങ്കായ് റിവർ ഇവിടെ. അടിപൊളി, നല്ല സൂപ്പർ സിറ്റി വ്യൂ ആണ്. ഓ, അതാ ഷാങ്കായ് റിവർ അല്ലേ? പൊളിയാ. പക്ഷെ ഇന്നത്തെ ദിവസം ഒരു സുഖമില്ല. ഒരു എന്നാ പറയുന്നത്, മൂടിക്കെട്ടിയ അന്തരീക്ഷമായിപ്പോയി. കുറച്ച് വെയിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാനെ. താഴെ കൂടെ ഹൈവേ പോകുന്നു. ഇതാണ് നമ്മുടെ ഷാങ്കായ് സിറ്റി. കൊള്ളാം. അമ്പരചുംബികളായിട്ടുള്ള കുറേ ബിൽഡിങ്സും സംഭവങ്ങളും. അടിപൊളി. ഓ, അവനെ ഇത് വലിയ പണിയായല്ലോ. ഇങ്ങനെ ഗ്ലാസ് നീ കുളിക്കുന്നത് ഞാൻ കാണുമല്ലോ. ആ, ഇവിടെ കർട്ടൻ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ? അകത്ത് കർട്ടൻ ഉണ്ട്. ഇതുണ്ടോ? അകത്തുനിന്ന് അത് വലിച്ചിട്ടാൽ മതി. അടിപൊളി. ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് തന്നെ നേരെ കുളിമുറി ഉള്ളല്ലോ. ഗൈസ്, അപ്പോൾ വന്ന ദിവസം തന്നെ നമ്മളിത് ഷാങ്കായ് സിറ്റിയുടെ അടുത്ത് ഉള്ള ഷാങ്കായ് റിവറിൻ്റെ തീരത്തുകൂടി ഒരു ഈവനിങ് വാക്ക്. ഇതുണ്ടോ? അടിപൊളിയല്ലേ നോക്കി. നല്ല ബിൽഡിങ്സ് എല്ലാം ഇഷ്ടംപോലെ. വലിയ റിവറാണ്, അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു റിവറാണ്. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ആ കാണുന്ന പോലത്തെ റിവർ ക്രൂയിസുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഒന്നിലെ നാളെയോ മറ്റന്നാളോ ഏതെങ്കിലും ഒരു ദിവസം അവിടെ കയറണം, അതിൽ കയറണം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അവിടെ അങ്ങനെ ഒരു പാലമൊക്കെ ഉണ്ട്. ഇതുണ്ടോ? അങ്ങേയറ്റത്ത്.
ഗൈസ് ഇത് കണ്ടോ, ഇതൊരു അടിപൊളി പരിപാടി ഞങ്ങളിവിടെ കണ്ടതാണേ. ഇതെന്നാന്നറിയാം, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഇതുപോലെ ഒരു ട്രെയിൽ എടുത്ത് വെച്ചിട്ട് ഈ മെഷീൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചാൽ മതി. അപ്പോൾ അതിൽ ക്യാമറ ഉണ്ട്. അപ്പോൾ ആ ക്യാമറയിൽ അത് സ്കാൻ ചെയ്യും എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. അതനുസരിച്ചുള്ള പൈസ നമ്മൾ കൊടുത്താൽ മതി. അത് വേറെ എങ്ങും കണ്ടിട്ടില്ല കണ്ടോ. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്, നമ്മുടെ മെഷീൻ ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ക്യാമറ ഉണ്ട്. എന്നിട്ട് അത് സ്കാൻ ചെയ്തിട്ട് ഈ സ്ക്രീനേ വരും എന്തൊക്കെയാണെന്നുള്ളത്. ഗൈസ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാങ്ഹായ് പേൾ ടവർ എന്നാണ് ഇതിൻ്റെ പേര്. കേട്ടോ, നല്ല ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. അതിനകത്ത് നടുക്കൂടി ലിഫ്റ്റും സംഭവങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ മുകളിലൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നല്ലതായിട്ട് ലൈറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വ്യൂ ആണ് ഇത്. ഷാങ്ഹായുടെ ഇപ്പോൾ ഷാങ്ഹായുടെ ഒരു സെൻട്രലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കേട്ടോ, അടിപൊളി ഒരു വൈബാണ് കേട്ടോ. എക്സ്പെഷ്യലി ഈ ബിൽഡിങ്സ് എല്ലാം പല കളറിലുള്ള നല്ല ലൈറ്റിംഗ് എല്ലാം ആയിട്ട് അടിപൊളിയാണ് ഗൈസ്. അപ്പം ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളത് ഈ ഓറിയൻ്റൽ പേൾ ബിൽഡിംഗ് ആണിത്. അപ്പം നമ്മൾ 4 പേരും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് കയറാൻ പോവുകയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ചകളൊന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് ഇവിടുത്തെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണ് കേട്ടോ. നമുക്കിനി അതിൻ്റെ മുകളിൽ പോയി. ഇതിപ്പോൾ ഞങ്ങൾ 4 പേർക്ക് 800 യുവാനാണ് അതിൻ്റെ പ്രൈസ്. ഇവിടെ ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അധികം ജനത്തിരക്കില്ല. എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാൻ താഴെ പോയി ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നതാണ്. ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സ്വിമ്മിങ് എല്ലാം ഉണ്ട്. ഇവിടെ കയറുന്നതിന് നല്ല സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് കേട്ടോ. അതുപോലെ പാസ്പോർട്ടിൻ്റെ കോപ്പി കാണിക്കണം. അതിപ്പോൾ പാസ്പോർട്ടിൻ്റെ കോപ്പി ഒരാളുടെ, ആരാണോ ടിക്കറ്റ് എടുക്കുന്ന ആ ആളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി കാണിക്കണം കേട്ടോ. അവിടെയാണ് അതിൻ്റെ എലിവേറ്റർ. ഏത് നഗരത്തിൽ ചെന്നാലും ഇതുപോലെയുള്ള ഒരു സംഭവം എന്തായാലും കാണും. അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉൾവശമാണ്. ഇവിടെ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ്. 351 മീറ്റർ. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതിനകത്തുണ്ട്.将您送指标高263米，主观光层，家里俯瞰了美景，宛如360度全景观。
ഗൈസ് ഇത് ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കേട്ടോ ഗ്ലാസിന്റെ പൊക്കത്തിൽ കൂടിയാണ് നടക്കുന്നത്. പൊട്ടിക്കഴിഞ്ഞെന്നാൽ പിന്നെ വേറെ ഒന്നുമില്ല. ഇത് നമ്മൾ താഴെ നിന്ന് ആ സ്ഥലമാണ് ഇത് ആ കാണുന്നത്. ഇത് കേട്ടോ അവിടെയാണ് നമ്മൾ നിന്നത്. അവിടെ നിന്നാണ് ഇതിന്റെ എൻട്രൻസ്. ഗൈസ് കാശ് കൊടുത്തതിന് മുതലാട്ടോ. നമ്മൾ ആദ്യമേ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയി, അത് കഴിഞ്ഞ് ഗ്ലാസ് ഇട്ട ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു ഫ്ലോറിൽ, അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഫ്ലോറിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം ഗ്രൗണ്ട് ലെവലായി. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച നല്ല അതിമനോഹരമാണ്. അപ്പോൾ ഇതിലെ കൂടെ ഈ പറഞ്ഞ നദിയിലൂടെ ഇഷ്ടംപോലെ ഈ ക്രൂയിസുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അതിൽ കയറി പോവുകയാണെങ്കിൽ. അപ്പോൾ അത് നാളെ മറ്റന്നാളോ പോകണം എന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു. നോക്കിയാൽ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളി കേട്ടോ. കിടക്കാച്ച വ്യൂ, ഒരു രക്ഷയില്ല. അയ്യോ ഭയങ്കര ഒരു വൈബാണ്. മുഴുവൻ എന്നാ പറയുന്നത്, എല്ലാ ബിൽഡിങ്ങും നല്ല ലൈറ്റൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത ഷാങ്ഹായ് കാണാൻ ഭയങ്കര രസമാണ്. നല്ല ബ്യൂട്ടിഫുൾ. ചൈനയുടെ ഫൈനാൻഷ്യൽ ക്യാപിറ്റലാണ് ഷാങ്ഹായ്. അടിപൊളിയാണ്. ഇത് എതിലെയൊക്കെയാണ് യുവന്മാർ കൊണ്ടുപോകുന്നത്? അതന്നെ ഗൈസ് നോക്കൂ. അപ്പോൾ അത് ടിക്കറ്റ് എടുത്ത് ഏതൊക്കെയാലും വർത്തായല്ലേ? ഇപ്പോൾ മെൽബണിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മറ്റേ ഇതിൻ്റെ മുകളിൽ കയറുന്നതേ ആ ടോപ്പിൽ മാത്രം കയറുക. അത് കഴിഞ്ഞിട്ട് ആ ഗ്ലാസ് ഇട്ട ഫ്ലോറിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ വേറെ അഡീഷണൽ പൈസ കൊടുക്കേണ്ടി വരും. ഓ അടിപൊളിയാണ് കേട്ടോ. ഇത് ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തത് നമ്മളിവിടെ ചുമ്മാ ഇങ്ങനെ നിന്നാൽ മതി. കേട്ടോ
滩湿地，构筑原生态魅力上海。让我们一起天马行空。